നമസ്കാരം. ഇതൊരു ക്ലാസ് റൂമാണ്. ഹയർ സെക്കൻഡറി ക്ലാസ് തുടങ്ങിയിട്ട് 17ാമത്തെ വർക്കിംഗ് ഡേ ആണ്, അല്ലെങ്കിൽ സ്കൂളിൽ ക്ലാസ് തുടങ്ങിയിട്ട് 17ാമത്തെ വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദയവായിട്ട് എന്നെ ഒരു പാർട്ടിക്കാരനായിട്ട് ചിത്രീകരിക്കരുത്. ഞാനൊരു പാർട്ടിയുടെയും പിൻബലത്തിലല്ല. എനിക്ക് പാർട്ടിയുണ്ട്, എന്നാലും എനിക്ക് ഒരു പാർട്ടിയുടെ പിൻബലവും ഞാൻ ആരുടെയും പാർട്ടിയുടെ കൂടെയല്ല. ഇന്ന് സ്കൂളുകളിൽ സ്ട്രൈക്ക് നടക്കുകയാണ്. വിദ്യാഭ്യാസ ബന്ധം ഏത് പാർട്ടിയുടേതായിരുന്നു ഇന്ന് സ്ട്രൈക്ക് നടക്കുകയാണ്. ഇതുകൊണ്ടുള്ള ദൂഷ്യങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ബോധവാന്മാരാകണം. പ്രത്യേകിച്ച് ഭാരതത്തിൽ അതൊരു ബോധവാന്മാരാകണം. മറ്റ് വലിയ രാജ്യങ്ങളിലൊന്നും ഇതൊന്നും ഇല്ലെന്നുള്ള കാര്യം നമുക്കറിയാം. ഭാരതത്തിൽ ഇത് എന്തുകൊണ്ട് നടക്കും, അല്ലെങ്കിൽ സ്കൂളുകളിൽ നടക്കുമ്പോൾ ബുദ്ധിമുട്ടുന്നത്, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അനന്തമായ സാധ്യതകളുള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഒരു ദിവസം, ആകപ്പാടെ 200 വർക്കിന്റെയാണ് കഴിയാൻ ശ്രമിക്കുന്നത്, അതിലെ ഒരു ദിവസം നഷ്ടപ്പെടുകയാണ്. 2, നിങ്ങൾക്കറിയാം, സ്കൂളിൽ നിന്ന് ഈ കുഞ്ഞുങ്ങൾ ഇറങ്ങി 10 മണിയാവുന്നു, സ്ട്രൈക്കാർ വരുന്നു, കുഞ്ഞുങ്ങൾ ഇറങ്ങി പോകുന്നു. കുഞ്ഞുങ്ങൾ ഇറങ്ങി എങ്ങോട്ടാ പോണേ? സിനിമയ്ക്കായിരിക്കാം, ഏതെങ്കിലും ഗ്രൗണ്ടിൽ പോയി വെറുതെ നിൽക്കാതിരിക്കാം, ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെറുതെ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടാത്ത പെടാം, അവരെങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും അപകടത്തിൽപ്പെടാം. ഇത് അവരുടെ വലിയ ഭാവിയെ നശിപ്പിക്കുക, നമുക്ക് ചിന്തിക്കുന്നതിന് മുകളിലുള്ള നഷ്ടമാണ്. 3, പേരൻസ് എന്ത് ചെയ്യണം? അവർ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടു, അവർ ജോലിക്ക് പോയി, ഇനി അവർ വൈകിട്ട് വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളും വീട്ടിലെത്തും എന്ന് പറയുന്ന നിലപാടിൽ നിൽക്കുന്ന പേരൻസ് ഈ കുഞ്ഞുങ്ങൾ 10 മണിക്ക് വരുന്നെന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യണം? അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അവരാകെപ്പാടെ വികാരത്തിന് വിധേയരായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരെ ഓടി നടക്കുക. എത്രയോ പേര് വിളിക്കും. 4, ചില സംഭവങ്ങൾ സ്കൂളിൽ അറേഞ്ച് ചെയ്യും. ഉദാഹരണം PTA മീറ്റിംഗ്. പേരൻസ് ലീവ് എടുത്തോണ്ടായിരിക്കാം PTA മീറ്റിംഗ് വരാണ്ടിരിക്കുന്നത്. ഇന്ന് സ്ട്രൈക്കായി പേരൻസ് മീറ്റിംഗ് വേണ്ടാന്ന് വെച്ചു. ലാബ് പ്രാക്ടിക്കലൊക്കെ, ലാബ് ക്ലാസ്, ലാബ് പ്രാക്ടിക്കലൊക്കെ നടത്തുന്ന സമയം ഈ ലാബ് നടത്താതിരുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ് കിട്ടാതെ പോവുകയാണ്. എക്സാമിനേഷൻ നടത്താനിരിക്കുന്ന ദിവസം, ആ എക്സാമിനേഷൻ ആ ദിവസം നടത്തിയില്ല, പിന്നീട് ഇതിനു വേണ്ടി ഒരു ഭാരിച്ച പരിപാടികൾ നടത്തണം. സെലിബ്രേഷൻ ഡേയ്സ്, അത് ഇപ്പോൾ ഓണത്തിന് ആയിക്കോട്ടെ, ക്രിസ്മസിനായിട്ട് ഏതെങ്കിലും പ്രോഗ്രാം നടത്താനിരിക്കുന്നു, അത് മാറ്റിവെക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാരിച്ച നഷ്ടങ്ങൾ, ഭാരിച്ച പ്രതിസന്ധി. കൗൺസിലിംഗ് ക്ലാസുകൾ മുതലായവ, ഇതൊക്കെ നടത്താൻ വേണ്ടി വെളിയിൽ നിന്നൊരു ഗസ്റ്റിനെ വിളിച്ച് അദ്ദേഹത്തിന് TA ഉൾപ്പെടെ കൊടുത്ത് ക്രമീകരിക്കുമ്പോൾ അത് നഷ്ടമായി പോവുകയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഭാരിച്ച സാമ്പത്തിക നഷ്ടം. ഗവൺമെന്റിന് ഒരു ദിവസം ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതിന് ഉണ്ടാകുന്ന വലിയ നഷ്ടം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒപ്പം തന്നെ ഇപ്പൊ എല്ലാ സ്കൂളുകളിലും ഭക്ഷണമുണ്ട്. ഈ ഭക്ഷണം ക്രമീകരിച്ചേ പറ്റത്തുള്ളൂ. സ്ട്രൈക്കാർ വന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഫുഡിന് ചെലവഴിക്കുന്ന ഭാരിച്ചതും അത് വെറുതെ പോവുകയാണ്. അതുപോലെ തന്നെ രാവിലെ പേരൻസിന് ഫോൺ കോളുകളുടെ മേളം, ടീച്ചേഴ്സിന് ഫോൺ കോളുകളുടെ മേളം. നിങ്ങൾക്കറിയാമല്ലോ, ഒരു കുഞ്ഞിന് ഒരു ചെറിയ പ്രായത്തിൽ, അതായത് 12, 13, 15, 17 വയസ്സ് വരെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് എവിടെന്നെങ്കിലും ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുന്നു എന്ന് കാണുമ്പോൾ അവർ ടീച്ചർമാരുടെ മുന്നിൽ ഇരുന്ന് ഇംഗ്ലാസ് ഉണ്ടാകും. അങ്ങനെ വിളിക്കുന്ന, ഞാൻ ഇംഗ്ലാസ് ഉണ്ടാകുമ്പോൾ പറയുന്നത് തെറ്റിദ്ധരിക്കില്ലേ, കുഞ്ഞുങ്ങൾ ടീച്ചേഴ്സിന്റെ മുമ്പിൽ ഇരുന്ന് അതിശക്തമായി അവരുടെ മാനസികമായ നിലയ്ക്കുണ്ടാകുന്ന വ്യതിയാനം, വളർച്ചയല്ല അതുണ്ടാകുന്നത്, അതിലുപരി വേറെ എന്തോ ഒരു വിസ്ഫോടനം. ആ വിസ്ഫോടനം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നാശമായി മാറുകയാണ് യാതൊരു. ഒരു കാരണവശാലും ചാപ്റ്ററുകൾ തീരില്ല, പഠിപ്പിച്ച് തീർക്കാൻ പറ്റില്ല. പിന്നെ ഓടിച്ചിട്ട് തീർക്കുക എന്ന് പറയും. പഠിപ്പിച്ച് തീർക്കണമെങ്കിൽ കൃത്യമായ വർക്കിംഗ് ഡേയും കൃത്യമായ ഇയർ പ്ലാനും ലെസൺ പ്ലാനും ഒക്കെ ഉണ്ടായത്. നല്ല കുഞ്ഞുങ്ങളാണെങ്കിൽ, നല്ല വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവരെവിടെ ട്യൂഷനൊക്കെ പോകുന്നത്. ഈ സ്ട്രൈക്കിന്റെ ഡേയോട് അവർ ട്യൂഷനൊക്കെ പോയിരുന്നില്ല. സാധാരണക്കാരുടെ കുഞ്ഞുങ്ങൾ ട്യൂഷനില്ല. അവൻ ഇവിടുത്തെ സ്കൂളിലെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവന് ട്യൂഷനില്ല. CBSE-യിലാണെങ്കിൽ ഇങ്ങനെ സ്ട്രൈക്ക് ഇല്ല. CBSE സ്ട്രൈക്ക് എടുക്കാൻ അവർ ഹൈക്കോടതിയിൽ നിന്ന് പെർമിഷൻ മേടിച്ചോണ്ടാണ് വന്നിരിക്കുന്നത്. അവിടെ സ്ട്രൈക്ക് എടുത്തു കഴിഞ്ഞാൽ പോലീസ് പ്രൊട്ടക്ഷനിൽ അവർ ക്ലാസ് നടത്തും. ഇനി അല്ല, ഏതെങ്കിലും കാരണവശാൽ അവിടെ ഒരു അവധി ദിവസം കൊടുക്കുകയാണെങ്കിൽ അവർ കോമ്പൻസേറ്ററി വർക്കിംഗ് ഡേ വേറെ വെക്കും. ശനിയാഴ്ച ദിവസം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവധി ദിവസം അവരെടുത്തിട്ട് അവർ വർക്കിംഗ് ഡേ ആക്കും. അവർ വർക്കിംഗ് ഡേ ആക്കും. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവരുടെ കുഞ്ഞുങ്ങൾ അവിടെ ഉത്തരവാദിത്വത്തോടെ പഠിക്കും. കാശുള്ളവരുടെ കുഞ്ഞുങ്ങൾ അവിടെ ഉത്തരവാദിത്തോടെ പഠിക്കും. ഇല്ലാത്ത സാധാരണക്കാരുടെ കുഞ്ഞുങ്ങള് പ്രതിസന്ധിയിലാവും. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു കാരണമാണ്. ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന പെൺകുഞ്ഞുങ്ങൾ, ഞാൻ പറയുന്നുണ്ട് എന്റെ സ്കൂളിലെ കുഞ്ഞുങ്ങളാണെന്ന് ചിന്തിച്ചിരിക്കരുത്, എനിക്ക് കേട്ട അറിവും അനുഭവം വെച്ചുകൊണ്ട് പറയുന്നത്. ഹയർ സെക്കൻഡറിയിലെ പെൺകുഞ്ഞുങ്ങൾ വിളിച്ചു വരുന്നത് എന്തിനാണെന്നറിയാമോ? ഈ സ്ട്രൈക്കുകാരെ. ഈ സ്ട്രൈക്കുകാരെന്ന് പറയുന്നത് ചിലപ്പോൾ പാർട്ടിക്കാർ പോലും ആവുന്നില്ല, ഒരു പാർട്ടിയോ യാതൊരു ബന്ധമില്ല. ഇവര് വന്നാൽ ഇവരുടെ കൂടെ ഈ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് അവരുടെ കൂടെ പോകാൻ വേണ്ടിയാണ്. എത്ര കുഞ്ഞുങ്ങൾ ഇങ്ങനെ അപകടത്തിൽപ്പെടുമെന്ന് നമുക്കറിയാം. നഷ്ടം
വരുന്നവർക്ക് എന്റെ ഒരു സംശയമാണ്. ഇപ്പം ഒരു ആളിന് വ്യക്തിഗതമായ നഷ്ടം വന്നപ്പോഴാണ് അതിന്റെ പിൻബലത്തിൽ പാർട്ടി സ്ട്രൈക്ക് ഇറക്കിയത്. ഒറ്റ ചോദ്യം, ഇങ്ങനെ ഒരു സ്ട്രൈക്ക് ഇറക്കി ഇത്രയും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പഠിപ്പ് മുടക്കിയത് കൊണ്ട് ഒരു പ്രയോജനം തിരിച്ചു കിട്ടുന്നുണ്ടോ? ഒരു പ്രയോജനം തിരിച്ചു കിട്ടുന്നുണ്ടോ? അവസാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ അധ്യാപകർക്ക് ഒരു നഷ്ടമില്ല. അധ്യാപകർക്ക് ഒരു നഷ്ടമില്ല. അവർക്ക് സുഖമാണ്. പിന്നീടുള്ള സമയം ബാക്കി എന്തെങ്കിലും ജോലികൾ ചെയ്യോ, പരീക്ഷാ പേപ്പർ നോക്കുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുകയോ വേറൊരു തലത്തിലേക്ക് പോകാം. അതുകൊണ്ട് അവർക്കൊരു നഷ്ടമില്ല. ഓർത്തെടുക്കേണ്ട ചില കാര്യം, ഒരു സമരം ചെയ്യുക, ഗാന്ധിജി പഠിപ്പിച്ച സമരം ഉൾപ്പെടെ ഒരു സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അന്യന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലല്ല, മറിച്ച് അന്യന് തോന്നണം ഇത് എന്റേതാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾ ടീച്ചേഴ്സ് സമരക്കാരോട് ദയ ചോദിക്കുന്നുണ്ട്. ഇന്ന് പ്രാക്ടിക്കലാണ്. ഇന്നത് മാറ്റിവെച്ച പിന്നെ കുഞ്ഞുങ്ങളുടെ ഫൈനൽ എക്സാമിന് പ്രശ്നം ഉണ്ടാകും. ദയവീതി പ്രാക്ടിക്കൽ നടക്കും. അത് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് സമരമെന്ന് പറയുന്നത് അന്യരൊരുത്തരുടെ പ്രതിസന്ധി, അന്യരൊരുത്തരുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ പഠിപ്പ് മുടക്കുന്നവര് ദയവീത് ഇങ്ങനെയുള്ള പഠിപ്പ് മുടക്കിനെ കൂട്ടു നിൽക്കരുത്. അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തടയുക. അന്യദേശത്തിലെ കുഞ്ഞുങ്ങൾ, അതായത് വിദേശ രാജ്യങ്ങളിലെ കുഞ്ഞുങ്ങൾ വലുതായിട്ട് പഠിച്ചു മുടക്കി ബറാക് ഒബാമ ഉൾപ്പെടെ പറഞ്ഞതുപോലെ ഭാരതത്തിന്റെ പഠന സംവിധാനം അവിടെ ആക്കുമെന്ന് പറഞ്ഞ ഒരാൾ എന്ന് പറഞ്ഞതുപോലെ ആക്കാനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിട്ടും ദയവ് ചെയ്ത് സ്കൂൾ വിദ്യാഭ്യാസം നശിപ്പിക്കരുത്. കൂട്ടുകാർ ഇങ്ങനെയുള്ളവരെ വിളിച്ചു വരുത്താൻ ഇതിന് പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യരുത്. ഞങ്ങൾക്ക് പഠിക്കണം, വി ഡോണ്ട് വാണ്ട് എന്ന് പറയാനുള്ള കപ്പാസിറ്റി നിന്നുകൊണ്ടാണ് മാതാപിതാക്കളായിട്ടുള്ളത്. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ളവരെ PTA അതിൻ്റെതായ രീതിയിൽ തയ്യാറെടുക്കണം. ഇങ്ങനെയുള്ളവർ വന്നു കയറി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനം മുടക്കാൻ പറ്റില്ല എന്ന് ശക്തമായി പറയാനായിട്ട് ഇവിടുത്തെ PTA ശ്രമിക്കണം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എനിക്കൊരു പാർട്ടിയില്ല. എന്നെ സഹായിച്ച പാർട്ടിക്കാരുണ്ട്, എനിക്ക് പാർട്ടിയുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയോർത്താണ്. നല്ലതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജഗദീശൻ അനുഗ്രഹിക്കും.